പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകൻ 35:21. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു, അത് കർത്തൃസന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സിഹിയോൻ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സേവർക്കാൻ വട്ടായിലച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായത്തിന്റെ 21-ാം തിരുലിഖിതമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. അവിടെ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? വിനീതന്റെ പ്രാർത്ഥന, എളിയവന്റെ പ്രാർത്ഥന, ദൈവം മാത്രം ആശ്രയമായുള്ളവന്റെ പ്രാർത്ഥന, ഭൂമിയിൽ നിന്ന് ഉയരുന്ന ഒരു റോക്കറ്റോ വിമാനമോ മേഘങ്ങൾ തുളച്ച് മുകളിലോട്ട് കയറുന്നത് പോലെ അവന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കയറുന്നു. എന്നൊരു വചനം പഠിപ്പിക്കുകയാണ്, ആ പ്രാർത്ഥന കർത്താവിന്റെ സന്നദ്ധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനാവുകയില്ല. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ നടത്തുന്ന എല്ലാ പ്രാർത്ഥനകളും കർത്തൃസന്നിധിയിൽ എത്തുന്നുണ്ട്. അതെത്തുമ്പോൾ അവന്റെ ജീവിതത്തിൽ അതിനകത്ത് അനുഭവങ്ങൾ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നടക്കണമെന്നില്ല നമുക്കൊരു സ്വസ്ഥത വരാൻ. മറിച്ച് ആ പ്രാർത്ഥന ദൈവസ്ഥൽ എത്തിയാൽ അത് നടന്നാലും നടന്നില്ലെങ്കിലും നമ്മുടെ ഹൃദയം സ്വസ്ഥമാകും. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകളെല്ലാം കർത്തൃസന്നിധിയിൽ എത്തട്ടെ. ദൈവത്തിന്റെ സ്വീകാര്യമായ സമയത്ത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പല വ്യക്തികളുണ്ട്, പല സാഹചര്യങ്ങളിലും പ്രവർത്തിക്കും. ഇപ്പൊ അങ്ങനെ ഒരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. പേര് ജീന. ഞാൻ കോയമ്പത്തൂര് രാമനാഥപുരം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ജീന എന്ന് പറഞ്ഞ ചേച്ചി ഇന്ത്യയിൽ കോയമ്പത്തൂർ, തമിഴ്നാടുള്ള കോയമ്പത്തൂർ എന്നുള്ള സ്ഥലത്ത് നിന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി പ്രഭാതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സാക്ഷ്യപ്പെടുത്താം. രാമനാഥപുരം കത്തീഡ്രൽ പള്ളിയാണ് ഞങ്ങളുടെ ഇടവക. ഞാൻ 13 വർഷമായി തയ്യൽ ജോലി വീട്ടിൽ തന്നെ ചെയ്തു വരികയാണ്. ടൈലറിംഗ് ജോലി, തുണി തയ്ക്കുന്ന ശുശ്രൂഷ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 13 വർഷമായി അത് ചെയ്തുകൊണ്ടുവരുന്നു. ഇതുവരെയും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 2012 ജൂൺ മാസത്തില് എൻ്റെ വലതു കൈയിൽ തോല് പോവുകയും നിറയെ രക്തം വരികയും ഓരോ വിരലിൽ നിന്നും രക്തം വരികയും ചൊറിഞ്ഞിട്ടേ ഇരിക്കും, വെളുത്ത് പാടുകളായിട്ട് വലതു കൈ മാത്രം അങ്ങനെ ഉണ്ടായിരുന്നു. 2-3 ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. നാട്ടിൽ പോയി കാണിച്ചു ഒരു ഡോക്ടറെ. അപ്പോൾ ആ ഡോക്ടർ PSC ഹോസ്പിറ്റലിലേക്ക് വലിയ ത്വക്ക് രോഗ വിദഗ്ധനായ ഡോക്ടറിനെ കാണിക്കാൻ പറയുകയുണ്ടായി. അവിടെ ആ ഡോക്ടറെ കാണിക്കുമ്പോൾ 15 ദിവസം അതിൻ്റെ ടെസ്റ്റുകളെല്ലാം നടത്തി 15 ദിവസത്തിന് ശേഷം പറഞ്ഞു, തയ്യൽ മെഷീൻ്റെ ലെഡ് എന്ന മെറ്റലിൻ്റെ അലർജിയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് തയ്യൽ മെഷീന്റെ ലെഡിന്റെ അലർജിയാണ് ഈ സഹോദരിക്കുന്ന വിദഗ്ധമായ PSC ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ വളരെ പ്രശസ്ത ഹോസ്പിറ്റലാണ്. അതിൽ വിദഗ്ധനോട് 15 ദിവസത്തെ ടെസ്റ്റുകൾക്ക് ശേഷം അതിന്റെ റിപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് തയ്യൽ ജോലി നിർത്തിക്കോ, വേറെ ഏതെങ്കിലും ജോലി ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ 1 മാസത്തോളം 4 മാസം മരുന്ന് കഴിക്കുവാനും നിർദ്ദേശിച്ചു. ഗുളികകൾ 3 തരം ഗുളികകൾ കഴിക്കുവാനും നിർദ്ദേശിച്ചിരുന്നു. 1 മാസം ഞാൻ തയ്ക്കാതെ ഇരിക്കുകയും 4 മാസം തുടർച്ചയായി മരുന്നുകൾ കഴിക്കുകയും ചെയ്തിരുന്നു. യാതൊരു കുറവും എനിക്കുണ്ടായിരുന്നില്ല. കൈ നിവർത്താൻ പോലും എനിക്ക് സാധിക്കുമായിരുന്നു. എല്ലാ വിരലുകളും സാരിയിലെല്ലാം ചോരയാവും ഉടുത്തിട്ട്. അതായത് ഉടുത്തിട്ട് പോകുമ്പോ ശരിക്കും പറഞ്ഞാൽ സാരിയിലെല്ലാം ചോരയാവും. അതുപോലെ കൈ അങ്ങോട്ട് വിണ്ടു കയറിയിരിക്കുക. വേറെ തൊഴിലൊന്നും അറിയത്തില്ലല്ലോ, ഇത് മാത്രമല്ല ചെയ്തോണ്ടിരുന്നത്. വേറെ ഒരു തൊഴിൽ അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞ് ഇനി വേറെ എന്തെങ്കിലും തൊഴിൽ നോക്കിക്കോ, ഇത് നടക്കില്ല. എന്നിട്ട് മാത്രമല്ല, മരുന്ന് കഴിച്ചിട്ട് ഒരു 4 മാസം മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവുമില്ല. ഇതായി സ്ഥിതി. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയിൽ ഒരു ചേച്ചി ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടിരുന്നു. ആ ചേച്ചി ഇവിടെ ധ്യാനത്തിന് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാനും വരുന്നതെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വന്നു. കഴിഞ്ഞ 2013 മാർച്ച് മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയായിരുന്നു ഇവിടെ വന്നിരുന്നത്.
അന്നിവിടെ ധ്യാനമില്ലായിരുന്നു. അത് ഇവരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ആദ്യ വെള്ളിയാഴ്ചയാണ് വന്നത്. അപ്പൊ അന്ന് ഇവിടെ ആദ്യ വെള്ളി ശുശ്രൂഷ ഇല്ല, കുരിശിന്റെ വഴി ചൊല്ലാം, പിന്നെ അങ്ങനെ ചെറിയ പ്രാർത്ഥന അങ്ങനെ മാത്രം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ശുശ്രൂഷ സമയത്താണ് ഈ സഹോദരിയോട് വന്നത്. എന്നിട്ട് കുരിശിന്റെ വഴി നടത്തി, ആരാധനയിൽ പങ്കുകൊണ്ടു, കൗൺസിലിംഗ് സിസ്റ്ററിന്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തി. ആ സിസ്റ്റർ കയ്യിൽ കുരിശ് വരച്ച് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയും യേശു ഇത് സുഖപ്പെടുത്തുമെന്ന് പറയുകയും ചെയ്തു. സിസ്റ്റർ എന്താ ചെയ്തത്? ബെഞ്ചരിച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ച് ഒരു കുരിശ് അങ്ങനെ യേശുവിന്റെ നാമത്തിൽ ഇത് സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഇത് അസുഖം മാറിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നും സിസ്റ്റർ പറഞ്ഞു. ഞാൻ സാക്ഷ്യം പറയാം, പിന്നെ സാധിക്കുന്ന ദിവസമെല്ലാം കുർബാനയിൽ സംബന്ധിക്കുവാനും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാനും പറഞ്ഞു. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി പിറ്റേ ദിവസം കൈ നോക്കുമ്പോൾ ചോരയെല്ലാം വരുന്നതെല്ലാം കുറേശ്ശെ നിന്ന മാതിരി. പിറ്റേ ദിവസം സഹോദരങ്ങളെ വെള്ളിയാഴ്ച ഇവിടുന്ന് ബെഞ്ചരിച്ച് എണ്ണ ഉപയോഗിച്ച് സിസ്റ്റർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് സുഖപ്പെട്ടത് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ ചോര വരലും പഴുപ്പും എല്ലാം കൂടെ അങ്ങോട്ട് കുറയാൻ തുടങ്ങി. അപ്പോഴേ ഞാൻ കണ്ടിട്ട് തന്നെ എനിക്ക് അത്ഭുതം, എന്റെ കൈ തന്നെയാണോ ഇത് എന്ന്. ചേച്ചിക്ക് കൈ നോക്കി, ഇത് അല്ല ഇത് എന്റെ കൈ തന്നെയാണോ? തിരിച്ചു മറിച്ച് പലവശം നോക്കിക്കൊണ്ടിരുന്നു. 2 ആഴ്ചയായപ്പോ പൂർണ്ണമായും തോലുകളെല്ലാം. ഹല്ലേലൂയ. ആ കൈ ഉയർത്തി കാണിച്ച കൈ നേരെ നല്ല കുട്ടികളുടെ കൈ പോലെ നല്ല ബെസ്റ്റ് തൊലി ബെസ്റ്റ് കൈ ആയിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സന്തോഷം. ഹല്ലേലൂയ. നോക്ക സഹോദരങ്ങളെ, ഈ സഹോദരി ജീവിതത്തിൽ അതുപോലെ തകർന്ന ഒരു അവസ്ഥയിലാണ് വന്നത്. ഉപജീവനമാർഗം വഴി പൊട്ടി, ഒരു രക്ഷയില്ല. കൈ മുഴുവൻ ഇങ്ങനെ ഇരിക്കുക, പുറത്ത് പോകാൻ പറ്റില്ല, സാരി എല്ലാം ബ്ലഡ് ആവും. ഡോക്ടർ ചികിത്സിച്ച് ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇവിടെ വന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ അങ്ങോട്ട് പ്രവർത്തിച്ച്. ഹല്ലേലൂയ. ഇപ്പൊ ശരിക്കും നല്ല ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാം ജോലി ചെയ്യേണ്ട നല്ല സന്തോഷത്തിൽ ഈ സഹോദരി ജീവിക്കുകയാണ്. ഹല്ലേലൂയ. കൈകളടിച്ച് പാട്ട് പാടി ആരാധിക്കാം. സന്തോഷിച്ച നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ ശക്തനായവൻ സംഗീതമായവൻ വിടുവിച്ചവൻ. ശക്തനായവൻ സംഗീതമായവൻ നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നോക്ക സഹോദരങ്ങളെ, വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കർത്തൃസന്നിധിയിലെത്തുമ്പോൾ അവൻ സ്വസ്ഥനായിത്തീരുന്നു. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ തക്ക സമയത്ത്, സ്വീകാര്യമായ സമയത്ത് ഒരു ദൈവത്തിന്റെ ഇടപെടലുണ്ടാവും. നമുക്ക് എത്രയോ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് നടത്തി, എത്രയോ കാര്യങ്ങൾ ചെയ്തതാണ്. എന്നാൽ ദൈവം അങ്ങോട്ട് ഇടപെട്ട്. അതാണ് ഒരാളുടെ വാക്ക് കേട്ട് എളിമപ്പെട്ട് ഈ കോയമ്പത്തൂരിൽ ഇവിടെ വന്ന പ്രാർത്ഥനയെ കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഇപ്പൊ ബാക്കി എല്ലാവരും ജോലി ചെയ്യാൻ പല കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടിവിയുടെ മുമ്പിൽ നിന്ന് കാണുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എളിമപ്പെടണം, വിനീതനാകണം. അങ്ങനെ വിനീതനായി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവസന ഉത്തരവുണ്ടായി. ഈ സമയത്ത് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ ലോകത്തിന്റെ ഏത് ഭൂഖണ്ഡത്തിൽ, ഏത് രാജ്യത്ത് ഒരു കോണിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട മകളെ, മകനെ, നിന്റെ പ്രാർത്ഥന കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയരും. അത് മേഘങ്ങൾ തുളച്ചു കയറും. അതിന് കർത്താവ് ഒരു ഉത്തരം തരും. നീ വിശ്വസിക്കുക. എഴുന്നേറ്റ് നിൽക്കാം, സാധിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് 2 കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി പിടിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ ഈ വചന ശുശ്രൂഷയോട് ചേർത്ത് കർത്താവിനെ സമർപ്പിക്കുകയാണ്. തുടർന്ന് വചന ശുശ്രൂഷ, ആരാധന ശുശ്രൂഷയാണ്. അതിനോടെല്ലാം ചേർത്ത് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഭൂമിയിൽ 2 പേരെ യോജിച്ച് ഒതുക്കുന്ന ഏത് കാര്യവും സാധിച്ച് തരുമ്പോൾ നല്ല ചെയ്ത കർത്താവേ, ഇപ്പോൾ കൊടാനുകോടി ജൈവജനം ഒരുമിച്ച് ചേർന്ന് ഈ വചന ശുശ്രൂഷയെ സംബന്ധിച്ചെടുക്കുന്ന 10,000 കണക്കിന് ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളുടെ മേലെ അവിടുന്ന് കരുണ
കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നേ അവരെ അർപ്പിച്ച പരിശുദ്ധ കുർബാന യോഗ്യതയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന, ഞങ്ങൾ ഓരോരുത്തരുടെ യാത്രകൾ ഇപ്പോൾ മേഘങ്ങൾ തുളച്ച് അങ്ങയുടെ സന്നിധിയിൽ എത്തുന്ന കണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവേ, ദൂതന്മാരെ നിയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി ഒരു ദൂതനെ നിയോഗിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, ബാറൂക്കിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം അരുളി ചെയ്ത കർത്താവെ, ഒരു ദൂതനെ നിയോഗിക്കണം കർത്താവെ. ആവശ്യത്തിലിരിക്കുന്നതിന്റെ ജീവിതത്തിൽ ഇടപെടാൻ കർത്താവ് ഒരു ദൂതനെ നിയോഗിക്കണമേ. സാറായുടെ തോബിത്തിലെ കുടുംബത്തിലേക്ക് ദൂതനെ അയച്ചതുപോലെ ഒരു ദൂതനെ ഇപ്പോൾ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, വചനം ശ്രമിക്കാൻ പറ്റാതെ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കാൻ തക്ക ദൂതനെ ഇപ്പോൾ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ആരാധന 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 യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അന്ധകാരങ്ങൾ എല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രകാശത്തിന്റെ അഭിഷേകം വരണം, വലിയ തുറവി വ്യാപരിക്കട്ടെ. വചനം ശ്രമിക്കുമ്പോൾ ഒരു ഉണർവ് ലഭിക്കട്ടെ കർത്താവ്. എല്ലാ പ്രാർത്ഥന ഉത്തരം ലഭിക്കട്ടെ കർത്താവ്. ആരാധന 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിരിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഉറങ്ങി സുബോധം നഷ്ടപ്പെടുത്തരുത്. ഒരുമിച്ച് പറയാം. ഹല്ലേലൂയ. ഉറങ്ങി സുബോധം നഷ്ടപ്പെടുത്തരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി ദൈവഹിത പ്രകാരമല്ലാത്ത ഒരു ഉറക്കത്തിലേക്ക് വീണാൽ അവന്റെ സുബോധം നഷ്ടപ്പെട്ടു പോകുമെന്നും അവൻ അന്ധകാരത്തിന്റെ പിടിയിലായി തീരുമെന്നും എഴുതപ്പെട്ട വചനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കേണ്ടത് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ്. 1 തെസ്സലോനിക്ക അതിന് 5-ാമത്തെ അധ്യായത്തിൽ 5ഉം 6ഉം തിരുലിഖിതങ്ങൾ. 1 തെസ്സലോനിക്ക അതിന് 5-ാമത്തെ അധ്യായത്തിന്റെ 5ഉം 6ഉം തിരുലിഖിതങ്ങൾ. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: നിങ്ങൾ എല്ലാവരും പ്രകാശത്തിന്റെയും പകലിന്റെയും പുത്രന്മാരാണ്. നമ്മൾ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആരും അന്ധകാരത്തിന്റെ സന്നിധികളല്ല, നമ്മളെല്ലാം പ്രകാശത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് പ്രകാശത്തിന്റെ മക്കൾ എന്ന നിലയിൽ നമ്മൾ എപ്പോഴും ഉണർവോടെ ആയിരിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. പ്രകാശത്തിന്റെ മക്കൾ ഉണർവോടെ ആയിരിക്കണം. യേശുവിന്റെ മക്കൾ ഉണർവോടെ ആയിരിക്കണം. അതുകൊണ്ടാണ് യേശുവിന്റെ ആഗമനത്തെ കുറിച്ച് പറഞ്ഞത്, അന്ധകാരത്തിലിരിക്കുന്ന ജനത വലിയൊരു പ്രകാശം കണ്ടു, യേശു ക്രിസ്തു എന്ന പ്രകാശം കണ്ടു. അങ്ങനെ അവർ ആത്മാവിൽ ഉണർന്നു. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. 6-ാമത്തെ വാക്യത്തെ പറയാണ്, എന്നാൽ ഇപ്പോഴും നിങ്ങൾ ഉറങ്ങിക്കഴിയുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് സുബോധം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിട്ട് തീരും. എന്തുകൊണ്ടാണ് അവർ സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാകുമെന്ന് പറയാൻ കാരണം അവൻ അന്ധകാരത്തിന്റെ പിടിയിൽ അകപ്പെടുമെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. അന്ധകാരത്തിന്റെ പിടിയിൽ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ പിടിയിൽ അകപ്പെടുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പാപത്തിന്റെ പിടിയിൽ അകപ്പെടുന്ന പറഞ്ഞാൽ പിശാചിന്റെ അടിമത്തത്തിലായി തീരുമെന്നാണ് ഇതിന്റെ സൂചന. അതുകൊണ്ടാണ് അതിന്റെ തൊട്ട് താഴത്തെ വാക്യം 5-ാമത്തെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്: ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത്, മദ്യപിച്ച് ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ് ഉന്മത്തരായി തീരുന്നത്. ഉറക്കെ പറയാം ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പാപപ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ രാത്രിയുടെ മക്കളാണ് എന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. മദ്യപിക്കുന്നവർ രാത്രിയിലാണ് മദ്യപിക്കുന്നത്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. മനസ്സ് തുറന്ന് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സുബോധം നഷ്ടപ്പെട്ട് പോവുക എന്ന് പറഞ്ഞാൽ അവൻ തിന്മയുടെ ബന്ധനത്തിലാകുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ഉണർവോടെ ഇരിക്കണമെന്ന് സ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കർത്താവിന്റെ 2-ാമത്തെ ആഗമനത്തെ കുറിച്ചും അന്ത്യവിധിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ഒക്കെ വെളിപ്പെടുത്തിയ ചില വചനങ്ങളാണ്.
കള്ളൻ രാത്രിയിൽ എന്നതുപോലെ വരുമ്പോൾ നമ്മൾ അവന്റെ പിടിയിൽ അകപ്പെട്ടിരുന്ന് പറയുകയാണ്. മറിച്ച് കർത്താവിന്റെ ആഗമന ദിവസത്തിൽ പ്രകാശത്തിന് മക്കളെ പോലെ ഉണർവുള്ളവരായിരിക്കണമെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുക. എന്തുകൊണ്ടാണ് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സുബോധം നഷ്ടപ്പെടുന്നത് ആ പിശാചിന്റെ പിടിയില്ല എന്ന് പറയാൻ കാരണം? അതിന് കാരണമുണ്ട്. അതിന് കാരണം നമ്മൾ വായിക്കേണ്ടത് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയ ചില വചനങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. മത്തായി 13:25-26 അവിടെ വചനം വെളിപ്പെടുത്തുന്നത്, ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. ഈ കള ആരാണ് വിതച്ചത് എന്ന് അതിന് 39-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ വചനം പഠിക്കുന്നത്, അവ വിതച്ച ശത്രു പിശാചാണ്. അവ വിതച്ച ശത്രു പിശാചാണ്. അവസാനം എന്തായി? ഈ കളകളും കൂടെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വളർന്നു വന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ജാഗ്രതയോടെ ഉണർവോടെ അലസത വിട്ട് സ്വന്തം ആത്മരക്ഷയുടെ കാര്യത്തിൽ, കുടുംബാംഗങ്ങളുടെ ആത്മരക്ഷയുടെ കാര്യത്തിൽ, സഹോദരങ്ങളുടെ ആത്മരക്ഷയുടെ കാര്യത്തിൽ സുബോധത്തോടെ ഉണർന്നിരുന്നില്ലെങ്കിൽ നാം അറിയാതെ സാത്താൻ രഹസ്യത്തിൽ കളകൾ പതിച്ചിട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കളകൾ വിതയ്ക്കപ്പെട്ടാൽ അവൻ സുബോധം നഷ്ടപ്പെട്ട് അവന്റെ അടിമത്തിലേക്ക് മാറുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഒരുമിച്ച് പറയാ ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും ബൈബിളിൽ സാത്താൻ കളകൾ പതിച്ചിട്ട് പോയാൽ പാപത്തിന്റെ വേരുകൾ അവന്റെ ജീവിതത്തിൽ വളർന്നു കഴിഞ്ഞാൽ അവനെ ബൈബിൾ വിളിക്കുന്ന പേര് സുബോധം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ലൗകികമായ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങിയാൽ സാത്താൻ നമ്മൾ ആധിപത്യം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരെ പിശാചിന്റെ അടിമകളിൽ നിന്ന് സുബോധം നഷ്ടപ്പെട്ടിരുന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തുന്നത്. അതെവിടെ നമ്മൾ വായിക്കേണ്ടത്? അത് വായിക്കേണ്ടത് 2 തിമോത്തി 2:26 2 തിമോത്തി 2:26 പിശാച് തന്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. ഇത് വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. പിശാച് ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അടിമകളാക്കിയിരിക്കുന്നവരെ ശ്രീക വിളിച്ചിരിക്കുന്ന പേരാണ് സുബോധം നഷ്ടപ്പെട്ടവർ. സുബോധം നഷ്ടപ്പെട്ടവർ എന്നിട്ട് പറയാണ്, സുബോധം വീണ്ടെടുത്ത് അവർ ആ പിശാചിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നേക്കാം. എന്താ ഇവരുടെ സുബോധം നഷ്ടപ്പെട്ടു പോകാൻ കാരണം? എന്താ അവർ സാത്താന്റെ അടിമത്തിലാകാൻ കാരണം? എന്താ പാപത്തിന് അടിമത്തിലാകാൻ കാരണം? അവര് ജാഗ്രത പുലർത്തിയില്ല. സാത്താൻ കള വിതച്ചപ്പോൾ ഉണർവോടെ ഇരുന്നില്ല. പാപത്തിന്റെ ഓരോ ചിന്തകള്, വാക്കുകള്, സ്വാധീനങ്ങൾ പലരിൽ നിന്ന് പല രീതികളിലൂടെ ലോകത്ത് നിന്ന് കടന്നു കയറുക പോയാൽ അവർ അതിനുവേണ്ടി വാതിലുകൾ അടച്ചില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ ചില സ്ഥലങ്ങളെ സുബോധമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയോ? പിശാചിന്റെ അടിമത്തിരിക്കുന്നു എന്നുള്ള, പാപത്തിന്റെ അടിമത്തിരിക്കുന്നുള്ളവനാ. എന്താ അങ്ങനെ പറയാൻ കാരണം? അത് നല്ല കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസുകൾ ബൈബിളിലുണ്ട്. അതിന് നല്ലൊരു തെളിവാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രന്റെ ഓമയുണ്ട്. ലൂക്ക 15-ൽ ധൂർത്തന്റെ ഓമയിൽ ആ ധൂർത്തപുത്രൻ അപ്പന്റെ അടുത്ത് നിന്ന് അവനവന്റെ അന്വേഷണത്തിന് പോയി. എന്നിട്ട് എല്ലാം ധൂർത്തടിച്ച് പാപത്തിൽ കൂട്ടുകാരുടെ ഒപ്പം എല്ലാം ജീവൻ നശിച്ച് അവസാനം പന്നിക്കൂട്ടി കിടക്കുമ്പോൾ അവനെ കുറിച്ച് രേഖപ്പെടുത്തിയ തിരുവചനമുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് ലൂക്ക 15:17 ലൂക്ക 15:17 ഇങ്ങനെയാണ് വചനം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എന്റെ പിതാവിന് എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാൻ ഇവിടെ വിശന്ന് മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പിതാവിന്റെ ഭവനത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറാകുന്ന രംഗമാണ് കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് പറയാം ഹല്ലേലൂയ. അപ്പൊ 2 തിമോത്തി 2:26 അവർ പിശാചിന്റെ കെണിയിൽ നിന്ന് സുബോധം വീണ്ടെടുത്ത് രക്ഷപ്പെടാം എന്ന് പറയുമ്പോൾ ഈ ദൂർത്തൻ പാപത്തിന് അടിമത്തിരിക്കുകയാണ്. അവന്റെ പാപത്തിന്റെ കെട്ടഴിഞ്ഞപ്പോഴാണ് അവന് സുബോധം ഉണ്ടായി എന്ന് പറയുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിളിൽ സുബോധം നഷ്ടപ്പെടുന്ന വാക്ക് കാണുമ്പോൾ ഇങ്ങനെ ചില സംഗതികൾ നമ്മൾ മനസ്സിലാക്കണം.
ഇതിന് നല്ലൊരു ഉദാഹരണം മറ്റൊരു രംഗം ബൈബിളിലുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ വിശേഷത്തിലാണ്. ലൂക്കായുടെ വിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പിശാച് ബാധ്യതയെ കുറിച്ചാണ് പറയുന്നത്. ആ പിശാച് ബാധ ശവക്കല്ലറുകളിൽ കഴിഞ്ഞിരുന്നു, അനേകരെ ഉപദ്രവിച്ചിരുന്നു, തന്നെ മുറപ്പെട്ടിരുന്നു. അവനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സംഭവിച്ചത് എന്തെന്ന് കാണാൻ ജനങ്ങൾ പുറപ്പെട്ട് യേശുവിന്റെ അടുത്ത് വന്ന്. പിശാച് ബാധിതയിൽ നിന്നും വിമോചനായ ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് അവർക്ക് ഭയമുണ്ടായി. എന്ന് പറഞ്ഞാൽ പിശാചിന്റെ അടിമത്തത്തിലായിരുന്ന ആ ചെറുപ്പക്കാരനെ, ആ വ്യക്തിയെ യേശു അവന്റെ കെട്ടഴിച്ച് സ്വാതന്ത്ര്യം കൊടുത്തു. ആ പിശാചിന്റെ അടിമത്തത്തിന് വിടുതൽ കൊടുത്തു, പാപത്തിന് മേൽ അവനെ വിടുവിച്ചെടുത്തു. അപ്പോൾ ബൈബിളിൽ വെച്ചിരിക്കുന്ന വാക്കാണ് സുബോധത്തോടെ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കണ്ട്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ഉറങ്ങി കഴിയുന്നവന് സുബോധം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അവൻ ശരിക്കും, അതുകൊണ്ടാണ് ഈ ലോകത്തെ കുറിച്ച് നീ നല്ല ജാഗരൂകത പുലർത്തണമെന്ന് ബൈബിൾ ഇടയ്ക്കിടയ്ക്ക് പറയണത്. അതുകൊണ്ട് ഇതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും സാരമില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. ഒരുമിച്ച് പറയാ ഹല്ലേലൂയ, ഉറക്കെ പറയാ ഹല്ലേലൂയ. കള്ളൻ രാത്രി വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. യേശുക്രിസ്തു വരുന്നത് രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കള്ളൻ രാത്രിയിൽ വരുമെന്ന് അറിഞ്ഞ് നീ ഉണർവോടെ ഇരിക്കണമെന്ന് വചനം വെളിപ്പെടുത്തുക. നിന്റെ ആത്മീയ കാര്യങ്ങളിൽ, നിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ, മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ, മക്കളെ ദൈവത്തെ വളർന്ന കാര്യത്തിൽ, ജീവിതപങ്കാളിയുടെ ആത്മരക്ഷയുടെ കാര്യത്തിൽ, കുടുംബാംഗങ്ങളുടെ ആത്മരക്ഷയുടെ കാര്യത്തിൽ, നിന്റെ ഓഫീസുകളുടെ ആത്മരക്ഷയുടെ കാര്യത്തിൽ, നീ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആത്മരക്ഷയുടെ കാര്യത്തിൽ നീ ഉണർവോടെ ഇരിക്കണമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇല്ലെങ്കിൽ ശത്രു വന്ന് കള വിതയ്ക്കും. അങ്ങനെ കള വിതച്ചാൽ ആ കളകൾ വരുമ്പോൾ അവൻ അന്ധകാരത്തിന് പിടിയില്ല, പിശാചിന് ഇഷ്ടം നിലനിർത്തുന്ന ആളായിട്ട് മാറും. അവരെ ബൈബിൾ വിളിക്കുന്നവരാണ് സുബോധം നഷ്ടപ്പെട്ടവർ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് ശരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിൽ നല്ലൊരു ജാഗരൂകത നമ്മുടെ ഹൃദയത്തിൽ വേണം. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് വെളിപ്പെടുത്തൽ നൽകിയല്ല കർത്താവേ. എൻ്റെ ജീവിതത്തിൽ സുബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, അത് പാപത്തിന്റെ പിടിയിൽ അകപ്പെടുന്ന ഒരു അവസ്ഥയാണല്ലോ കർത്താവേ. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ജാഗരൂകത പുലർത്തിയില്ലെങ്കിൽ അന്ധകാരം വന്ന് പിടിമുറക്കും. പ്രകാശം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രകാശം കെടുമ്പോൾ അന്ധകാരം പിടിമുറക്കുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. രണ്ട് കാര്യങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. ഓ കർത്താവേ, പ്രകാശത്തിന്റെ ആയുധങ്ങൾ, പ്രകാശത്തിന്റെ അഭിഷേകം ഞങ്ങൾ ഹൃദയത്തിൽ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവേ, ഞങ്ങളെക്കുറിച്ചും കൂട്ടത്തിലുള്ളവരെ കുറിച്ച് ആത്മീയ കാര്യങ്ങളിൽ ഉണർവോടെ ഇരിക്കാൻ കർത്താവേ, ശത്രു അറിയാതെ കളവെതിച്ച് പോകാതിരിക്കാൻ തക്കവിധം ദൈവമേ ഒരു കൃപയുടെ ഉൾക്കണ്ണ് ഞങ്ങൾക്ക് തുറന്നു തരണമേ. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. യേശു ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവേ, സുബോധം നഷ്ടപ്പെട്ട് പാപത്തെ പറ്റി അമർന്നിരിക്കുന്ന ഓരോ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുകയാണ് കർത്താവേ. ഓ ദൈവമേ, അപ്പസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ സാത്താൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് കണ്ടു എന്നുള്ള വചനത്തിന് അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കണമെന്ന് ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ ഓ കർത്താവ്, അന്ധകാരത്തെ പെട്ടിരിക്കുന്ന സാത്താൻ കൂട്ടങ്ങൾ വിടുതൽ പ്രാപിക്കണമെന്ന് കൽപ്പിക്കുന്നു. ഓ ദൈവമേ, ഇപ്പോൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഉണർവിന്റെ അഭിഷേകം നിറയട്ടെ. ആത്മരക്ഷയുടെ കാര്യത്തിൽ വലിയ വിചിന്തനങ്ങൾ നിറയട്ടെ കർത്താവ്. സ്വന്തം ആത്മരക്ഷയ്ക്ക് അധ്വാനിക്കാൻ കൃപ ലഭിക്കട്ടെ. കുടുംബാംഗങ്ങൾ ആത്മരക്ഷയ്ക്ക് അധ്വാനിക്കാൻ കൃപ ലഭിക്കട്ടെ. ആരാധന, ആരാധന, സാത്താൻ 7 മൈൽ അകലെ വരുമ്പോൾ തന്നെ തിരിച്ചറിയാൻ കൃപ ലഭിക്കട്ടെ കർത്താവ്. കർത്താവേ, ഈ ദൈവഗതപരമില്ലാത്ത കാര്യങ്ങളെ ദൂരെ വെച്ച് കണ്ടാട്ടിപ്പായിക്കാൻ തക്ക വിധം ഓ കർത്താവ് പ്രകാശത്തിന് അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവ്. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഉണർന്ന് സുബോധമുള്ളവരായിരിക്കുക. Come, Lord Jesus. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, സർവ
സർവശക്തനെ ഞങ്ങൾ ആരാധിക്കുന്നു, അഖിലത്തിനുടയോനെ ആരാധിക്കുന്നു, ഉത്ഥാനം ചെയ്തവനെ ആരാധിക്കുന്നു, അഖിലത്തിനുടയോനെ ആരാധിക്കുന്നു, ഉത്ഥാനം ചെയ്തവനെ ആരാധിക്കുന്നു. ആരാധന 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 ആരാധന. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെയും ശരീരത്തെയും മനസ്സിനെയും എല്ലാം ഏകാഗ്രതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചു പോയാൽ അവൻ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതുകൊണ്ട് എന്ത് പ്രയോജനം? നിങ്ങളുടെയും സഹോദരി ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കും. ഉണർന്ന സ്വബോധമുള്ളവരായിരിക്കും എന്ന വചനം വെളിപ്പെടുത്തുകയാണ്. ഈ സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ജീവിതത്തെ ഞങ്ങളുടെ ആത്മരക്ഷയെ അപകടപ്പെടുന്ന എല്ലാ അന്ധകാരങ്ങളെയും അവിടുത്തെ ദിവ്യകാരുണ്യത്തെ പ്രകാശം കൊണ്ട് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അന്ധകാരത്തിലും മരണത്തിലും നിഴലിലും വരുന്ന വലിയൊരു പ്രകാശം കണ്ടത് വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓ ദൈവമേ, രോഗക്കിടക്കയിലിരിക്കുമ്പോൾ കർത്താവെ, സഹനത്തിൻ്റെയും തകർച്ചയുടെയും ദുരിതത്തിൻ്റെയും ഞെരുക്കത്തെയും പിടിയിരിക്കുന്നവർ ഇപ്പോൾ ദിവ്യകാരുണ്യത്തിന്റെ പ്രകാശം കൊണ്ട് വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ രണ്ടും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. അതിരവ ഹൃദയം ഒന്നുപോലെ തുറന്ന് കർത്താവിൻ്റെ നാമത്തെ വിളിക്കുമ്പോൾ ദിവ്യകാരുണ്യ ആശീർവാദം നൽകി അന്ധകാരത്തിനെ വിട്ടുവിക്കുന്ന സമയമാണ്. കാര്യങ്ങൾ ഉയർത്തി ഉറക്കെ കർത്താവിനെ നോക്കി യേശുവിൻ്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, നാളുകളായി 18 വർഷമായി സാത്താൻ പ്രതിയുടെ മകളെ ഞാൻ അഴിച്ചു വിടേണ്ടതല്ലെന്ന് ചോദിച്ച കർത്താവേ, ഇപ്പോൾ കുടുംബങ്ങളെ, ദേശങ്ങളെ, വംശങ്ങളെ, വ്യക്തികളെ പ്രതിക്കുന്ന അന്ധകാര പീഠങ്ങളെ വിട്ടുവയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താൻ കെട്ടിരുന്ന ആധിപത്യങ്ങൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധി കെട്ടിരിക്കുന്ന അവസ്ഥ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരീശ്വരത്തിനെയും ഭക്തിരാഗത്തിനെയും പിടിയിരിക്കുന്നവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മരക്ഷയെക്കുറിച്ച് ബോധ്യമില്ലാത്തപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, പ്രാർത്ഥനയുടെ ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ, ജാഗ്രതയുടെ ആത്മാവിനെ, കൃപയുടെ ആത്മാവിനെ ഇപ്പോൾ ഓരോരുത്തരും അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. കർത്താവ്, രോഗികൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധയുള്ളവരെ ഇപ്പോൾ അഴിച്ചു വിട്ടുപിച്ച് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ വിട്ടിരിക്കുന്ന വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. Come, Lord Jesus.